കോൺഗ്രസ് എന്ന പാർട്ടി എല്ലാ കാലത്തും AI ഗ്രൂപ്പുകളുടെ പാർട്ടിയായിരുന്നു. എന്നാൽ ഇപ്പോൾ അതിൽ നിന്ന് മാറി 3 നേതാക്കളുടെ പേരുള്ള ഗ്രൂപ്പുകളായി. എന്നാൽ അപ്പോഴും വലിയ രീതിയിൽ വിദ്യാർത്ഥി സംഘടനകളെ ഈ ഗ്രൂപ്പുകളോ ചേരിതിരിവുകളോ ബാധിച്ചിരുന്നില്ല. എന്നാൽ ഗവൺമെന്റ് പുതിയ സർക്കാർ 10 വർഷം പ്രതിപക്ഷത്തിരുന്ന് പുതിയ സർക്കാർ അധികാരത്തിലേക്ക് വരുമ്പോൾ ഗവൺമെന്റ് പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട് KSUൽ പോലും വലിയ ഗ്രൂപ്പ് പോരുകളിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി VD സതീശൻ ഗവൺമെന്റ് പ്ലീഡറുമായി ബന്ധപ്പെട്ട കാര്യം മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിക്കുമ്പോൾ KSUവിന് എന്ത് കാര്യമാണ് ഇത്തരം ഗവൺമെന്റ് നിയമനങ്ങളുമായി ബന്ധപ്പെട്ടെന്നൊരു ചോദ്യം ചോദിക്കുകയുണ്ടായി. അതിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം KSUവിന്റെ ഭാഗത്തു നിന്നുണ്ടായി. സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ അടക്കം വലിയ രീതിയിൽ മുഖ്യമന്ത്രിയെ വിമർശിച്ചു. ഒരു പൊതുപരിപാടിയിൽ മുഖ്യമന്ത്രി കണ്ടിട്ടും ചിരിക്കാതെ പോയതും സംസാരിക്കാതെ പോയതും ഒക്കെ വലിയ രീതിയിൽ ചർച്ചയാകുകയുണ്ടായി. എന്നാൽ കഴിഞ്ഞ ദിവസം അലോഷ്യസ് സേവ്യറിനെ തള്ളിക്കൊണ്ട് KSUവിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി മുബാസ് ഓടക്കാലി ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ പ്രശ്ന പരിഹാരമല്ല ചില ആളുകളുടെ ലക്ഷ്യം, മനഃപൂർവ്വം ഗവൺമെന്റിനെയും സർക്കാരിനെയും കരിവാരിത്തേക്കുക. ഇന്നലെ നമ്മളെല്ലാം കണ്ടു ഒരു പൊതുപരിപാടി, തേവര കോളേജിൽ നടക്കുന്ന ഒരു പൊതുപരിപാടി. ആ പൊതുപരിപാടിയിൽ മുഴുവൻ മീഡിയയും സാക്ഷി നിർത്തിക്കൊണ്ടാണ് KSU സംസ്ഥാന പ്രസിഡന്റ് മുഖ്യമന്ത്രിയുടെ അടുത്ത് ഇത്തരം ഒരു ഗൗരവതരമായ വിഷയം സംസാരിക്കാൻ പോകുന്നത്. അങ്ങനെയാണ് ഇത്തരം ഗൗരവ സ്വഭാവമുള്ള പാർട്ടിക്കകത്ത് ഇന്ത്യയുള്ളായി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് സംസാരിക്കേണ്ടത് മുഴുവൻ മാധ്യമങ്ങളെയും ചേർത്ത് നിർത്തിയാണോ മുഖ്യമന്ത്രിയുടെ അടുത്ത് സംസാരിക്കാൻ പോകേണ്ടത്? അപ്പോൾ ഇത് ചില അജണ്ടകളുടെ ഭാഗമായിട്ടാണ്. ചില മോഹഭംഗങ്ങൾ ഉണ്ടായതിന്റെ പേരിൽ, ചില മോഹഭംഗങ്ങളിൽ നിന്ന് ഉടലെടുക്കുന്ന ചില വൈരാഗ്യത്തിന്റെ പേരിൽ മുഖ്യമന്ത്രിയെ മനഃപൂർവ്വം കരിവാരിത്തേക്കുക. അലോഷ്യസ് സേവ്യർ പറയുന്നതെല്ലാം KSUവിന്റെ നിലപാടല്ല, ചിലർ സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടി കാണിക്കുന്നതാണ്. കഴിഞ്ഞ ദിവസം വലിയ രീതിയിൽ സംസാരിച്ച അലോഷ്യസ് സേവ്യർ KSUവിന്റെ ഭാഗത്ത് മറുചേരിയുണ്ടെന്ന് അറിഞ്ഞപ്പോൾ നിലപാടുകൾ മയപ്പെടുത്തിയതാണോ അതോ പിന്നിൽ കളിക്കുന്ന ഒരു വിഭാഗം പറയുന്നത് പോലെ സ്ഥാപിത താല്പര്യങ്ങൾക്ക് പിന്നിൽ കളിക്കുന്ന നേതാക്കൾ മയപ്പെടുത്തിയതാണോ എന്നറിയില്ല. മുഖ്യമന്ത്രിക്ക് നേരെ ശക്തമായ നിലപാടെടുത്ത അലോഷ്യസ് സേവ്യറിന് മനസ്സിലായി മറുവശത്ത് KSUവിൽ തന്നെ തനിക്കെതിരെ ഒരു ചേരി തിരിയുന്നുണ്ടെന്ന്. അതുകൊണ്ട് ഇപ്പോൾ പുതിയ നിലപാട് അല്ലെങ്കിൽ ഇപ്പോൾ പറയുന്ന കാര്യങ്ങളിലൊക്കെ ചെറിയ മയപ്പെടുത്തലൊക്കെ ആയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ തിരക്ക് കൊണ്ടാകാം കാണാതിരുന്നത് എന്നുള്ള രീതിയിൽ. പക്ഷെ കഴിഞ്ഞ ദിവസത്തെ അലോഷ്യയുടെ നിലപാടിൽ നിന്ന് വലിയ മാറ്റം വന്നിട്ടുണ്ട്. അത് പിന്നിൽ കളിക്കുന്ന KSUവിന്റെ ഒരു വിഭാഗം പറയുന്നത് ഇതിന്റെ പിന്നിൽ ചില ആളുകളുണ്ട് എന്ന്. ആ ചില ആളുകൾ അല്ലെങ്കിൽ ആ നേതാക്കൾ പറഞ്ഞിട്ടാണോ അലോഷ്യ ഒന്ന് മയപ്പെട്ടതെന്ന് അറിയില്ല. എന്തായാലും അലോഷ്യയുടെ വാക്കുകളിലേക്ക് പോകാം. ആ വിഷയം അവിടെ തന്നെ നിലനിൽക്കുകയാണ്. ആ വിഷയം സ്വാഭാവികമായിട്ടും കേരളത്തിന്റെ സർക്കാരിന്റെ മുൻപിൽ സംസാരിക്കാനുള്ള അവസരം ഞങ്ങൾക്ക് ലഭിക്കും. അല്ലാതെ ഇവിടെ KSUവിനെ കാണാതിരിക്കുന്ന തരത്തിലേക്ക് ഒരിക്കലും പോകില്ല എന്നുള്ള കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട്. ഇന്നലെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഇനി ഒരു വരി കൂടുതലോ കുറവോ പറയാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. ഞാൻ ഇന്നലെ അത് വളരെ വ്യക്തതയോടും കൃത്യതയോടും കൂടി മാധ്യമങ്ങളുടെ മുൻപിൽ ഞാൻ പറഞ്ഞു. അഭിപ്രായം പറയുന്ന കാര്യത്തിൽ അത് ഗ്രൂപ്പിന്റെ വാലിൽ കൊണ്ടുവന്ന് കെട്ടുന്നത് ശരിയായിട്ടുള്ള നിലപാടല്ല എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്.